പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്തെ ഹോട്ടലിലെ അടക്കം എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഇതുവരെയും വീടുകളിലേക്ക് വലിയ പ്രതിസന്ധി ഇല്ല എങ്കിലും പലർക്കും ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ട്. അത് എത്രത്തോളം ദിവസം നീണ്ടു നിന്നേക്കാം. പരിഹാരം എന്ത് എന്നുള്ളതടക്കം നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് ലൈവത്തോൺ. ഇപ്പോൾ രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. രാഹുൽ, ഈ പരിഹാരമാർഗം പലരും തേടുന്നുണ്ട്. ചിലരൊക്കെ തന്നെ അടുക്കളകളിലേക്ക് മാറുന്നുണ്ട്. അടുക്കളയിലേക്ക് മാറും മീൻസ് ഈ നമ്മുടെ ഈ വിറകടുപ്പിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ്. പഴയ രീതിയിലൊന്നും അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. അപ്പോൾ ഈ ഹോട്ടലുകളിൽ പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? പല ഹോട്ടലുകളിലും നമ്മൾ രാവിലെ നമ്മുടെ ലൈവത്തോൺ കാണുമ്പോൾ അവരും വിറകിനെ ആശ്രയിക്കുന്ന പലയിടങ്ങളുമുണ്ട്. അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ജി നാഥ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ എന്താണ് പ്രതിസന്ധി ഇപ്പോൾ? കൊല്ലത്ത് ഇതേ വിഷയം രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒരു മാസം പോലും ആയില്ല ആ കട തുടങ്ങിയിട്ട്. അങ്ങനെ പുതിയതായി ഈ സംരംഭത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഒരു ഭക്ഷണശാല തുടങ്ങിയ ആളുകളുടെ ബുദ്ധിമുട്ടാണ് കാണിച്ചതെങ്കിൽ കൊല്ലത്ത് ഏറ്റവും പ്രസിദ്ധമായ സലീം ഹോട്ടലിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരുപാട് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള 100-നടുത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഹോട്ടലാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അത് ഈ എല്ലാ തരത്തിലുള്ള കടകളെയും എല്ലാ തരത്തിലുള്ള ഭക്ഷ്യശാലകളെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് നേരത്തെ സൂചിപ്പിച്ച ആ വെല്ലുവിളികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇതുവരെ മുന്നോട്ട് പോവുകയാണ്. ആ നിർണായകമായ ദിവസം ഇന്നാണ്. ഈ ദിവസം കഴിഞ്ഞാൽ പ്രതിസന്ധി വലുതാകും എന്ന് ഇവർ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ ഈ പാചകവാതക സിലിണ്ടറിൻ്റെ സ്റ്റോക്ക് കൊണ്ടാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴും തിരക്കുള്ളതായി കാണാം. പക്ഷേ ഭക്ഷ്യസാധനങ്ങളുടെ എണ്ണം, അതായത് എത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എണ്ണം ഇവിടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഈ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ അതിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്ന ആളുകൾക്ക് മുൻപ് കഴിച്ച എല്ലാ വിഭവങ്ങളും കഴിക്കാൻ പറ്റുന്നില്ല എന്ന വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജീവനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പാചകവാതക സിലിണ്ടറിന്റെ പ്രതിസന്ധി ഇവിടെയും ബാധിച്ചിട്ടുണ്ടോ? ഇവിടെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി 6 എടുക്കുന്നതാണ്. ഇപ്പോൾ ചായയും ഇതെല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് ഐറ്റം കുറച്ച് അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ അത്യാവശ്യമുള്ള മെയിൻ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ഏതൊക്കെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നമുക്കിവിടെ മാറ്റേണ്ടി വന്നത്? ചായ, എന്തൊക്കെ ഐറ്റങ്ങൾ ഒഴിവാക്കി? ചായ, പൊറോട്ട, അതിന് അപ്പം, ചപ്പാത്തി, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങളെല്ലാം ഒഴിവാക്കി. നമ്മൾ ഡെയിലി 5-6 സിലിണ്ടർ എടുക്കുന്നത്. പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ നമുക്ക് ഇതൊക്കെ? ബോധ്യപ്പെടുത്താൻ പറ്റിയ ചായക്കെല്ലാം വരുമ്പോഴേ ഗ്യാസിൻ്റെ ഇതാണ്, അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ അപ്പം ഉൾപ്പെടെയുള്ള ഐറ്റങ്ങളും നമുക്ക് ഐറ്റങ്ങൾ കുറച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള 1-2 ഐറ്റം. ഇന്ന് ദിവസം നിർണായകമാണ്. ഇന്ന് ആ പ്രതിസന്ധി മാറിയില്ലെങ്കിൽ നാളെ പ്രശ്നമാണ്. പ്രതിസന്ധിയാണ്. ഗ്യാസ് വന്നില്ലേ പിന്നെ കട പൂട്ടേണ്ടി വരും, അടച്ചിടേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 ദിവസത്തേക്ക്, നാളെ ഗ്യാസ് വന്നില്ലേ അടയ്ക്കേണ്ടി വരും. വരുമെന്നാണോ പറയുന്നത്? വരുമെന്ന് രാത്രി വരുമെന്നാണ് പറയുന്നത്. ആ പ്രതീക്ഷയില്ല. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ അടയ്ക്കേണ്ടി വരും. അതായത് അത്തരത്തിൽ ഈ കടകളൊക്കെ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. കാരണം മറ്റു വഴികളിൽ ഇപ്പോൾ വിറകടുപ്പിലാണ് ബിരിയാണി ആയാലും ചോറും. ആ തരത്തിലേക്ക് നമ്മൾ രാവിലെ കണ്ട ഹോട്ടലായാലും ആ തരത്തിലേക്ക് ചുരുങ്ങുകയാണ്. വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. അവർക്ക് സാധ്യമായ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രതിസന്ധി അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പ്രതിസന്ധി ഒഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ജി നാഥ് പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധി ഒഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല ഗ്യാസ് സ്റ്റോക്കുകൾ തീരുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ ഈ വിൽക്കുന്ന സാധനങ്ങളുടെയും തന്നെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു.